പാകിസ്ഥാനെതിരെ ഇന്ത്യ വീണ്ടും ഒരു വമ്പൻ സൈനിക നീക്കത്തിന് തയ്യാറെടുക്കുകയാണോ? ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ 2.0ക്കായി ഒരുങ്ങിക്കഴിഞ്ഞോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ തീപ്പൊരി പോലെ പടരുന്ന ഒരു കത്തുണ്ട്. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം സൈന്യത്തിന് നൽകിയ അതീവ രഹസ്യ നിർദ്ദേശം എന്ന പേരിലാണ് ഇത് പ്രചരിക്കുന്നത്. ഈ ഒരൊറ്റ കടലാസ കഷ്ണം കണ്ട് പാകിസ്ഥാൻ എന്ന രാജ്യം മുഴുവൻ വിറച്ചു നിൽക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഓപ്പറേഷൻ സിന്ദൂർ 2.0 എന്ന പേരിൽ പാകിസ്ഥാനെതിരെ സൈനിക നീക്കത്തിന് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് നിർദ്ദേശം നൽകി എന്ന പേരിലുള്ള ഒരു കത്താണ് അതിർത്തിക്കപ്പുറം വൻ ഭൂകമ്പം സൃഷ്ടിച്ചത്. ഈ കത്ത് വ്യാജമാണെന്നും അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും കേന്ദ്ര സർക്കാരും PIB ഫാക്ട് ചെക്ക് വിഭാഗവും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിരോധ സെക്രട്ടറിയോ പ്രതിരോധ മന്ത്രാലയമോ ഇത്തരത്തിൽ യാതൊരു കത്തും നൽകിയിട്ടില്ല. എന്നാൽ ആ ഒരൊറ്റ പേര് കേട്ട് പാകിസ്ഥാൻ സൈനിക ആസ്ഥാനമായ റാവൽപിണ്ടിയിലുണ്ടായ പരിഭ്രാന്തി 100% യാഥാർത്ഥ്യമാണ്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഓൺലൈനിൽ പ്രചരിക്കുന്ന ഇത്തരം വ്യാജ വാർത്തകൾ ജനങ്ങൾ വിശ്വസിക്കരുതെന്നും അവ ഷെയർ ചെയ്യരുതെന്നും കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഈ ഞെട്ടൽ വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ നടന്ന ആദ്യത്തെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആഘാതത്തിൽ നിന്ന് അവർ ഇതുവരെ മുക്തരായിട്ടില്ല എന്ന് തന്നെയാണ്. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തോയ്ബ തുടങ്ങിയ പാക് ഭീകര സംഘടനകളുടെ 9 താവളങ്ങളിലാണ് അന്ന് ഇന്ത്യൻ സൈന്യം മിന്നലാക്രമണം നടത്തിയത്. ഭീകരൻ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 100-ലധികം ഭീകരരെയാണ് അന്ന് നമ്മുടെ സൈന്യം വകവരുത്തിയത്. ഇതിന് മറുപടിയായി പാകിസ്ഥാൻ പ്രത്യാക്രമണത്തിന് മുതിർന്നപ്പോൾ അവരുടെ പ്രധാന വ്യോമത്താവളങ്ങളായിട്ടുള്ള നൂർഖാൻ, സർഗോദ, ജാക്കോബാബാദ് എന്നിവിടങ്ങളിൽ കനത്ത പ്രഹരമേൽപ്പിച്ച ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന്റെ നട്ടല്ലൊടിച്ചു. സ്ഥിരീകരിക്കപ്പെടാത്ത കിരാന കുന്നുകളിലെ ആണവ നിലയം കൂടി തകർത്ത് പാകിസ്ഥാന്റെ ആണവ ഭീഷണിയുടെ മുനയൊടിക്കാനും ഇന്ത്യക്ക് സാധിച്ചു. സ്ഥിരീകരിക്കപ്പെടാത്ത ഒരു ആക്രമണമാണ് എങ്കിൽ പോലും പറഞ്ഞതേ ഉള്ളൂ. പാകിസ്ഥാന്റെ ഭീകരവാദത്തിന് ഇന്ത്യ നൽകിയ ഈ എക്കാലത്തെയും വലിയ തിരിച്ചടിയുടെ ഓർമ്മകൾ ഉള്ളതുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ 2.0 തുടങ്ങുന്നു എന്ന വ്യാജ വാർത്ത പോലും പാകിസ്ഥാനിൽ വലിയ പരിഭ്രാന്തിയും വെപ്രാളവും സൃഷ്ടിക്കും. ഇന്ന് ഇന്ത്യയുടെ പേര് കേട്ടാൽ തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന് ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഈ വ്യാജക്കത്ത് അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെ എത്രത്തോളം ഭയപ്പെടുത്തി എന്നത് ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ച ഏറ്റവും വലിയ മനഃശാസ്ത്രപരമായിട്ടുള്ള വിജയം കൂടിയാണ്. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന പാകിസ്ഥാന് എപ്പോഴാണ് ഇന്ത്യൻ ആക്രമണം ഉണ്ടാവുക എന്ന ഭയത്തിൽ സൈന്യത്തെ എപ്പോഴും ഹൈ അലർട്ടിൽ നിർത്തുക എന്നത് വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ്. ഇല്ലാത്ത ആക്രമണത്തെ നേരിടാൻ അവർ വിമാനങ്ങൾ പറത്തി ഇന്ധനം കത്തിച്ചു തീർക്കുമ്പോൾ ഇന്ത്യ യാതൊരു ചെലവുമില്ലാതെ ശത്രുവിന്റെ ഉറക്കം കെടുത്തുകയാണ്. ഇന്ത്യയുടെ നിഴലിനെ പോലും ഭയക്കുന്ന തരത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ മനോവീര്യം എന്നേക്കുമായി തകർന്നു കഴിഞ്ഞു. സിന്ദൂർ 2.0 എന്നത് ഇന്ന് വ്യാജമായിരിക്കാം, എന്നാൽ നാളെ അത് യാഥാർത്ഥ്യമായാൽ പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഭൂപടത്തിൽ ഉണ്ടാകില്ല എന്ന വ്യക്തമായ താക്കീതാണ് ഈ സംഭവം നൽകുന്നത്.